ഇത് അധിക നാൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ചെറിയച്ച. നമ്മൾ പറയാതെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മുത്തശ്ശിയും സാവിത്രിയമ്മയും പിന്നെ മാലതി ചെറിയമ്മയൊക്കെ അറിഞ്ഞാല് പിന്നെ അവരെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള പരാതിയും കൂടി ആവും. പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞാലും അവര് വിശ്വസിക്കില്ല. അതാ പ്രശ്നം. ഇതങ്ങ് സംസാരിച്ച് ഓക്കെ ആക്കി കഴിഞ്ഞാ സമാധാനത്തിലിരിക്കാലോ. ചെറിയച്ചൻ പറയുന്നത് വരെ എനിക്കും ദേവമ്മയ്ക്കും ചെറിയച്ചനും ഒക്കെ സമാധാനക്കേടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അമ്മയോട് സംസാരിക്കാം. രണ്ടിലേതായാലും അറിയണമല്ലോ. അതെ, ചെറിയച്ചൻ ചെന്ന് മുത്തശ്ശിയോട് കാര്യം പറയും. എന്റെ ബുദ്ധിപരമായ ചില നീക്കത്തിലൂടെ ഞാൻ നടത്തിയ അന്വേഷണത്തിൽ അതിവിദഗ്ധമായി ഞാൻ കണ്ടുപിടിച്ചതാ. ഈ ചെമ്പകമംഗലം തറവാടിന് നാണക്കേടുണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ ആരെയും ഈ മാലത അനുവദിക്കില്ല. ചെല്ലമ്മേ, ചെന്ന് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കി ഇതൊക്കെ സത്യമാണെന്നും. എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി അമ്മ പറയണം, മൂത്ത മരുമകളുടെ കള്ളക്കളികളൊന്നും ഈ ഇളയ മരുമകളെ വെച്ച് പൊറപ്പിക്കില്ല എന്നും. ഇരുന്ന് സമയം കളയാതെ ചെല്ലമ്മേ. തടയണ്ട ചേച്ചി, ഇതൊക്കെ കേൾക്കുമ്പോ ഏതൊരമ്മയും പ്രതികരിച്ചു പോവും. അതുകൊണ്ട് അമ്മയെ വിട്. അമ്മ ചെന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് വരട്ടെ. അമ്മേ, ചേച്ചി അമ്മയെ വിട്. ഈ വാർത്ത അറിഞ്ഞ് ചോരത്തിളപ്പി തന്നെ അമ്മ ചെന്ന് വിവരങ്ങൾ അന്വേഷിക്കട്ടെ. മാലു, എന്തായാലും നീ കണ്ടുപിടിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. നമുക്ക് സാവധാനം നന്ദിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോരെ? ഞാൻ വന്ന് ഇത്രയും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾക്കെന്താ ഒരു കൂസലും ഇല്ലാത്ത? ഇത്രയും വലിയൊരു രഹസ്യം ഞാൻ വന്ന് പറയുമ്പോ നിങ്ങൾ ഞെട്ടിത്തരിക്കുമെന്ന് ഞാൻ കരുതിയത്. അല്ല മാലു, ഞങ്ങൾ ശരിക്കും ഞെട്ടിയായിരുന്നു. നീ കാണാഞ്ഞതാ ആണോ? നിനക്ക് വേണ്ടി വേണമെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ ഞെട്ടാം. എന്താ ഞെട്ടട്ടെ? മതിയോ? അതോ കുറച്ചുകൂടെ കൂടുതൽ വേണോ? ചേച്ചി, സാവിത്രി, നീ അവളെ കളിയാക്കാതെ. മനഃപൂർവ്വം മാലതി പറയുന്ന അല്ലല്ലോ ഇതൊന്നും. മോളിരിക്കെ. ഇരിക്കെ മോളെ, ഇരിക്കെ. സാവിത്രി, എനിക്ക് നിന്നെ പോലെ തന്നെയാ ഇവളും. മരുമോളായിട്ടല്ല, മകളായിട്ടാ ഞാനിവളെ കാണുന്നേ. ഓ, അമ്മ വിഷയത്തിന് പിന്മാറുന്നു. ഇവിടത്തെ വിഷയം നന്ദനയിടത്തെ ഗർഭിണിയാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചതാ. അമ്മ പറയുന്നത് മരുമകളോടുള്ള വാത്സല്യത്തെ കുറിച്ചാ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. മോളെ, എല്ലാം ശരിയാവും. ശരിയാക്കാം നമുക്ക്. ഇത് ചികിത്സിക്കാൻ പറ്റാത്ത ഒന്നും അല്ലല്ലോ. ചികിത്സിക്കാനോ? ആര് ചികിത്സിക്കാൻ? എത്ര പണം മുടക്കേണ്ടി വന്നാലും മോളെ തിരിച്ച് ജീവിതത്തിലേക്ക് ഈ അമ്മ കൊണ്ടുവരും. നന്ദിനിയടുത്തെയും മീനാക്ഷിയൊക്കെ വലിയ മാനസിക സമ്മർദ്ദത്തില. അമ്മയോട് ഇതെങ്ങനെ വന്നെന്ന് പറയുമെന്ന് ഓർത്തിട്ട്. അതുകൊണ്ടാ ഞാൻ തന്നെ വന്ന് പറയാന്ന് കരുതിയത്. അല്ല, മീനാക്ഷിക്ക് കാര്യം അറിയാന്നോ? അവളാ ആദ്യം അറിഞ്ഞത്. പേടിച്ചിട്ട് അമ്മയോടും ചേച്ചിയോടൊന്നും പറഞ്ഞില്ലാന്നേ ഉള്ളൂ. പേടിച്ച് മറച്ചു വെക്കേണ്ട കാര്യമാണോ ഇത്? അല്ലെങ്കിൽ തന്നെ ഇത് എത്ര കാലം മറച്ചു വെക്കാൻ പറ്റും? എന്നായാലും എല്ലാവരും അറിയില്ലേ? അമ്മേ, ഇതോർത്ത് എന്റെ അമ്മ വിഷമിക്കരുത്. അമ്മയ്ക്കൊരു നാണക്കേടുണ്ടെങ്കിൽ തന്നെ എന്നെ ഓർത്ത് അമ്മ അതും ക്ഷമിച്ചേക്കണം. നീ ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ലടാ. ഇതൊക്കെ നടക്കാനാ വിധിയെങ്കിൽ നടന്നല്ലേ പറ്റൂ. ഞങ്ങൾക്കത് മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞങ്ങള് അമ്മയും ചേച്ചിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താടാ കാര്യം? ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും അവളും എന്റെ മോള് തന്നെയാ. ഇതിന്റെ പേരിൽ തള്ളിക്കളയാൻ പറ്റുമോ എനിക്ക് എന്റെ കുട്ടിയെ? മോൻ ധൈര്യമായിട്ടിരിക്കെ. ഞങ്ങൾ എല്ലാവരും അവളുടെ കൂടെ ഉണ്ട്. അതെപ്പോഴാന്ന് വെച്ചാ
നീ തന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്ക. ആ, ആ, ദേ എല്ലാവരും ചേർന്ന് നല്ല കെയറിങ് കൊടുക്കണം അവക്ക്. ഉം, ഞങ്ങളൊക്കെ അറിയുന്ന അവസ്ഥ ആലോചിച്ചൊക്കെ അവക്ക് നല്ല ടെൻഷൻ കാണും. ഉം. അതൊന്നും വേണ്ടാന്ന് നീ തന്നെ അവളോടൊന്ന് പറ. സത്യം അമ്മേ, ഇതറിഞ്ഞ ശേഷം ഒന്ന് ചിരിച്ചു കണ്ടിട്ടില്ല ഞാൻ ആ പാവത്തിന്. മോനെ, നീ വിഷമിക്കണ്ട. ഞങ്ങള് മുഴുവനും എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഉം. പിന്നെ നീ അവളോട് സംസാരിക്കുമ്പോഴോ പെരുമാറുമ്പോഴോ അവൾ ഒരു അസുഖക്കാരിയാണെന്ന രീതിയിൽ സംസാരിക്കരുത്. ആ, ഇല്ല. ദേ ഭ്രാന്തുള്ള കാര്യം അവളെ അറിയിക്കണ്ട. ആ, ഏ? ഭ്രാന്തോ? ആർക്ക്? ഇവിടെ എല്ലാവർക്കും ഭ്രാന്ത. ഇനി ഇവിടെ നിന്നാലേ അതെനിക്കും വരും. അതുകൊണ്ട് എന്റെ വീട്ടിൽ പോകുന്ന നല്ലത്. അപ്പോ ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാലതിയെ കുറിച്ചായിരുന്നോ? ആ പിന്നല്ലാതെ, അവക്കല്ലേ വയ്യായിക. എന്റെ ചേച്ചി, അവൾക്കങ്ങനെ പറയത്തക്ക വയ്യാഴികയൊന്നുമില്ല. അത് നിനക്ക് അവളോടുള്ള സ്നേഹക്കൂടുതലോട് തോന്നുന്നതാ. നീ അവളുടെ സംസാരത്തെയും പ്രവൃത്തികളെയും നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദേ അവള് നേരത്തെ വന്ന് ഞങ്ങളോട് പറയുക നന്ദിനി ഗർഭിണിയാണ്. ഇങ്ങനെ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് നടക്കുക അവള്. ദേ അമ്മയോട് പറഞ്ഞത് പറഞ്ഞു. നന്ദിനിയോടെങ്ങാനും പറഞ്ഞാ അവക്ക് വിഷമമാവില്ലടാ. ജഗദീഷ്, നീ വിഷമിക്കാതെ. ഭാരതിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കും, അത്രേ ഉള്ളൂ. നല്ലൊരു ട്രീറ്റ്മെന്റ് കൊണ്ട് അതങ്ങ് മാറുകയും ചെയ്യും. ഓ,